ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. അപ്പോൾ ഇന്ന് നമുക്ക് ഞണ്ടിൻ്റെ ഓട്ട ഉണ്ടല്ലോ, അതൊന്ന് പെയിൻറ്റ് ചെയ്തെടുത്താലോ. വേറെ ഒന്നല്ല കേട്ടോ, ഈ ഒരു സംഭവം വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു വാൾ ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വെയിലില്ലാത്തതുകൊണ്ട് നമുക്കിത് കഴുകി ഉണക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഞാനിത് എടുക്കുമ്പോഴേക്കും മഴ പെയ്യും, അപ്പോൾ വീണ്ടും എടുത്ത് വയ്ക്കും, അങ്ങനെയായിരുന്നു. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ രാവിലെ നല്ല വെയിലുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ക്രാഫ്റ്റ് തന്നെ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കഴുകി വൃത്തിയാക്കി ഒന്ന് ഉണക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളത് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഉണക്കാനായിട്ടൊരു സ്ഥലം കണ്ടുപിടിക്കണം. അങ്ങനെ നല്ല വെയിലുള്ളൊരു സ്ഥലം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ കൊണ്ടുവന്നത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കാം. കാക്കയോ വല്ലതും എടുത്തിട്ട് പോവോ? എന്തായാലും അവിടെ ഇരിക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഞണ്ടിൻ്റെ ഓട്ട നമ്മൾ ഉണങ്ങാൻ വെച്ചിട്ട് കുറേ നേരമായിട്ടുണ്ട് കേട്ടോ. രാവിലെ വെച്ചതാണ്, ഇപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കിതിനൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. വെയിലത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ആ തോടിൻ്റെ കളറും മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനായിട്ടുള്ളത് ഇതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു കളറാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഫിനിഷിങ് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കോട്ട് പെയിൻറ്റ് കൂടി അടിച്ചു കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് ഒരു ബേസ് കോട്ടായിട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് ഈ ഒരു പെയിൻറ്റ് തന്നെയാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കോട്ട് മാത്രമേ അടിച്ചിട്ടുള്ളൂ. അത്ര കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ രണ്ട് സൈഡിലും പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. എന്തായാലും നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാനായിട്ടുള്ളതാണ്, അതുകൊണ്ട് ഒരു സൈഡ് കാണില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം രണ്ട് സൈഡും പെയിൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ട് സൈഡും ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആയി കിട്ടണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ആ പെയിൻറ്റ് ഉണങ്ങുമ്പോഴേക്കും നമുക്ക് അടുത്ത പണി നോക്കാം കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കാർഡ്ബോർഡ് പീസാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളർ അക്രൈലിക് പെയിൻറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി അത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു കാർഡ്ബോർഡ് പീസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കാർഡ്ബോർഡ് പീസ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആവണം കേട്ടോ. ഇപ്പോൾ ഇതിൽ പെയിൻറ്റ് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്നും ഉണങ്ങിയിട്ടില്ല, എന്നാലും കുഴപ്പമില്ലാതെയൊക്കെ നമുക്കൊന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ വൈറ്റ് കളർ അക്രൈലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മുടെ ഞണ്ടിൻ്റെ തോടുണ്ടല്ലോ, അതിന് പുറത്തായിട്ട് ചെറിയ സർക്കിൾസ് വരച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ കളേഴ്സൊക്കെ ഓരോരുത്തരുടെയും ചോയ്സാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് തന്നെ എടുക്കാം കേട്ടോ. ഈ സെയിം കളേഴ്സ് തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് സർക്കിൾസ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാനിവിടെ ബ്ലാക്ക് കളർ അക്രൈലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വൈറ്റ് കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഡോട്ട്സ് ഉണ്ടല്ലോ, അതിന് ചുറ്റുമായിട്ട് ഈ ബ്ലാക്ക് കളർ അക്രൈലിക് പെയിൻറ്റ് വെച്ചിട്ട് കുട്ടി കുട്ടി ഡോട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ വൈറ്റ് സർക്കിൾസിന് ചുറ്റുമായിട്ടും ബ്ലാക്ക് കളർ വെച്ചിട്ടൊന്ന് ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കാം. എന്നിട്ട് അതിലായിട്ട് ബോർഡേഴ്സ് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകിൽ മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ട് വരക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ജസ്റ്റ് നമുക്കൊരു ഊഹം ഉണ്ടാവില്ലേ, ആ ഒരു രീതിയിൽ ഒരു ബോർഡർ വരച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ 4 സൈഡിലും നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് വൂളൻ ത്രെഡ് ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ക്രാഫ്റ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് പീസസ് കിട്ടില്ലേ, അതാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ഞാൻ കുറച്ചുകൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ.
എന്നിട്ട് ആ ഒരു കാർഡ്ബോർഡ് പീസിലായിട്ട് ബോർഡേഴ്സ് വരച്ചു കൊടുത്തിട്ടില്ലേ, അവിടെ ആയിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ 4 സൈഡിലും നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഞണ്ടിൻ്റെ തോടുണ്ടല്ലോ, അതാണ് ഒട്ടിച്ച് കൊടുക്കാനായിട്ടുള്ളത്. അപ്പോൾ അതും നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് ഒട്ടിച്ചെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചരിച്ച് വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നേരെ വയ്ക്കുക. അപ്പോൾ അതൊക്കെ എങ്ങനെയാണോ നമുക്ക് ഇഷ്ടമാവുന്നത് ആ ഒരു രീതിയിൽ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ചരിച്ചാണ് ഒട്ടിച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഞണ്ടിൻ്റെ തോട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഡോട്ട്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ വാൾ ക്രാഫ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളാണ്. പിന്നെ ഞണ്ടിൻ്റെ ഓട്ടയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ അതൊരു രസമല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിലോളൊന്ന് ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ ലഭിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.